നമുക്ക് ഇതിന്റെ ഒരു ചെറിയൊരു സ്ട്രൈപ്പ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ബൈൻഡ് ചെയ്യാം. അപ്പൊ മെയിൻ ആയിട്ട് കൊയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് നമ്മുടെ കോക്കനട്ട് ഹസ്കില്ലേ, ചകിരി തന്നെയാണ്. ഇപ്പൊ നമ്മൾ തേങ്ങ പൊതിച്ച് ചകിരി ആദ്യം ഒരു 6 മാസം വെള്ളത്തിലിട്ട് വെക്കണം. അത് നല്ലോണം കുതിർന്ന് കഴിയുമ്പോൾ അതിന്റെ ഫൈബറും അതുപോലെ തന്നെ ആ തൊണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് നല്ലോണം വടി കൊണ്ട് അടിക്കണം. അപ്പോൾ വീണ്ടും ഫൈനായിട്ടുള്ള നമുക്ക് ഒരു ഫൈബർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള മെഷീൻ വെച്ചിട്ടാണ് കൊയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ കുറേ പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സ് ഒന്നും ചൂസ് ചെയ്യാണ്ട് കോക്കനട്ടിൻ്റെ ഹസ്ക് തന്നെ ചൂസ് ചെയ്യാൻ കാരണം ഇതിനകത്ത് ലിഗ്നിങ്ങിൻ്റെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അത് നല്ല ഹയസ്റ്റ് ആണ്. നോർമലി ഒരു പ്ലാന്റിൽ വന്നിട്ട് ഒരു 10 to 25% മാത്രമേ ലിഗ്നിൻ കോമ്പൗണ്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ കോക്കനട്ട് ഹസ്കിൽ അത് ഒരു 50ന്റെ അടുത്ത് വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ബൈൻഡിങ് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ നല്ലോണം ചുറ്റുമ്പോഴൊക്കെ നമുക്ക് ബൈൻഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഹസ്ക് തന്നെ ഉപയോഗിക്കുന്നത്.